JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റ് ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് LD ടൈപ്പിസ്റ്റ് ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് MSWordനെ കുറിച്ചുള്ള MSWord ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ MSWordന്റെ 9ാമത്തെ ക്ലാസ്സുകളാണ്. 9ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം മുതലുള്ള 8 ക്ലാസ്സുകളും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മുഴുവൻ കാണണം. അപ്പോൾ എല്ലാ തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ക്ലാസ്സുകൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കളക്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആദ്യം തൊട്ട് ക്ലാസ്സുകൾ കണ്ട് പോരാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതിനു മുമ്പ് എല്ലാവർക്കും മോഡൽ എക്സാം എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരാൾക്ക് മാത്രമാണ് 80 മാർക്ക് ലഭിച്ചത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അതിന് താഴെയാണ് മാർക്കുള്ളത്. അപ്പോൾ എല്ലാവരും എനിക്ക് 100ൽ 100 മാർക്ക് മേടിക്കണമെന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്ന് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ നിങ്ങൾ ആരും അത് നേടാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ പഠന നിലവാരം കുറച്ചുകൂടി നല്ല രീതിയിൽ ഉയർത്തേണ്ടതായിട്ട് ഉണ്ട്. ഒരു നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ ഇനി അങ്ങോട്ട് മുമ്പോട്ട് നല്ല രീതിയിൽ പഠിച്ച ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ല റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ജോലി കരസ്ഥമാക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും 100ൽ 100 മാർക്ക് മേടിക്കാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും പോരാ, ഈ മാർക്കൊന്നും ഒന്നുമല്ല. കാരണം വെച്ചാൽ ഞാൻ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റിന് കൃത്യമായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ ഇട്ടിട്ട് പോലും നിങ്ങൾക്ക് ഇത്രയും മാർക്ക് കിട്ടുള്ളെങ്കിൽ അപ്പോൾ നിങ്ങൾ വളരെ അധികം മുമ്പോട്ട് വരേണ്ടതുണ്ട്. ഒത്തിരി പുറകിലാണ് നല്ല രീതിയിൽ. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ ഇപ്പോൾ കണ്ട ക്ലാസ്സുകൾ ഇതുവരെ കണ്ടതൊന്നും നിങ്ങൾ നന്നായിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഏകദേശം 70ഓളം ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം തന്നെ പല ആവർത്തി കണ്ട് തിട്ടപ്പെടുത്തി എടുക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറയുന്ന രീതിക്ക് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും 100ൽ 100 മാർക്കും കരസ്ഥമാക്കാൻ സാധിക്കും. യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് ആ 100ൽ 100 എന്ന ലക്ഷ്യം നമ്മൾ കരസ്ഥമാക്കാൻ വേണ്ടി എല്ലാവരും 100 ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളെല്ലാവരും അക്ഷീണം പരിശ്രമിക്കണം. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വാനോളം ആഗ്രഹിച്ചാലേ കുന്നോളമെങ്കിലും നമുക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് 100ൽ 100 കിട്ടാൻ വേണ്ടി നമ്മൾ 100ൽ 200 മേടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ നമുക്ക് 100ൽ 100 നമുക്ക് ഉറപ്പായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What is the smallest and largest font size available in font size tool on formatting toolbar? What is the smallest and largest font size available in font size tool on formatting toolbar? എന്താ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താണ്? ഫോർമാറ്റിംഗ് ടൂൾ ബാറിലെ ഫോണ്ട് സൈസ് ടൂളിൽ ലഭ്യമായ ഏറ്റവും ചെറുതും വലുതുമായ ഫോണ്ട് സൈസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 8 and 72, ഓപ്ഷൻ ബി 8 and 68, ഓപ്ഷൻ സി 6 and 72, ഓപ്ഷൻ ഡി 6 and 68. What is the smallest and largest font size available in font size tool on formatting toolbar? ഓപ്ഷൻ എ ആണ് ആൻസർ, 8 and 72. അടുത്ത ക്വസ്റ്റ്യൻ. A character that is raised and smaller above the baseline is known as a dash. A character that is raised and smaller above the baseline is known as a dash. അതായത് ഈ ബേസ് ലൈനിന് മുകളിൽ ഉയർത്തുകയും ചെറുതാക്കുകയും ചെയ്യുന്ന ഒരു പ്രതീകത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റേസ്ഡ്, ഓപ്ഷൻ ബി ഔട്ട്ലൈൻഡ്, ഓപ്ഷൻ സി ക്യാപ്സ്ക്രിപ്റ്റ്, ഓപ്ഷൻ ഡി സൂപ്പർസ്ക്രിപ്റ്റ്. A character that is raised and smaller above the baseline is known as a superscript. ഓപ്ഷൻ
ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ടിങ് ടെക്സ്റ്റ് മീൻസ് സെലക്ടിങ് ഡാഷ്. സെലക്ടിങ് ടെക്സ്റ്റ് മീൻസ് സെലക്ടിങ് ഡാഷ്. അതായത് വാചകം തിരഞ്ഞെടുക്കുന്നത് അർത്ഥമാക്കുന്നത് ഡാഷ് തിരഞ്ഞെടുക്കുന്നു എന്നാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വേർഡ്. ഓപ്ഷൻ ബി ആൻ എൻറ്റയർ സെന്റൻസ്. ഓപ്ഷൻ സി whole document. Option D any of the above. Selecting text means selecting any of the above. Other question. MSWord automatically moves the text to the next line when it reaches the right edge of the screen and is called dash. MSWord automatically moves the text to the next line when it reaches the right edge of the screen and is called dash. അതായത് സ്ക്രീനിന്റെ വലത് അറ്റത്ത് എത്തുമ്പോൾ MSWord യാന്ത്രികമായി അടുത്ത വരിയിലേക്ക് ടെക്സ്റ്റ് നീക്കുന്നു. അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കാരേജ് റിട്ടേൺ. ഓപ്ഷൻ ബി എൻഡർ. ഓപ്ഷൻ സി വേർഡ് വ്രാപ്പ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. MSWord automatically moves the text to the next line when it reaches the right edge of the screen and is called word wrap. Option C ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Using find command in Word, we can search dash. Using find command in Word, we can search dash. അതായത് വേർഡില് ഫൈൻഡ് കമാൻഡ് ഉപയോഗിച്ച് ഡാഷ് നമുക്ക് തിരയാൻ കഴിയും. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ക്യാരക്ടേഴ്സ്. ഓപ്ഷൻ ബി ഫോർമാറ്റ്സ്. ഓപ്ഷൻ സി സിംബൽസ്. ഓപ്ഷൻ ഡി all of the above. Using find command in Word, we can search all of the above. Other question. In MSWord, for what does ruler help? In MSWord, for what does ruler help? അതായത് MSWordലെ റൂളർ എന്താണ് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടു സെറ്റ് ടാബ്സ്. ഓപ്ഷൻ ബി ടു സെറ്റ് ഇൻഡൻസ്. ഓപ്ഷൻ സി ടു ചേഞ്ച് പേജ് മാർജിൻസ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഇൻ MSWord, ഫോർ വാട്ട് ഡസ് റൂളർ ഹെൽപ്പ്? ഓപ്ഷൻ ഡി ആൻസർ ഓൾ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ. By default, on which page the header or the footer is printed? By default, on which page the header or the footer is printed? അതായത് സ്ഥിരസ്ഥിതിയായി ഏത് പേജിലാണ് ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ അച്ചടിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓൺ ഫസ്റ്റ് പേജ്. ഓപ്ഷൻ ബി ഓൺ ആൾട്ടർനേറ്റ് പേജ്. Option C on every page. Option D none of the above. By default, on which page the header or the footer is printed? Option C an answer on every page. Other question. Which menu in MSWord can be used to change character size and typeface? Which menu in MSWord can be used to change character size and typeface? അതായത് പ്രതീക വലിപ്പവും ടൈപ്പ് ഫേസും മാറ്റാൻ MSWordലെ ഏത് മെനു ഉപയോഗിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വ്യൂവർ. ഓപ്ഷൻ ബി ടൂൾസ്. ഓപ്ഷൻ സി ഫോർമാറ്റ്. ഓപ്ഷൻ ഡി ഡാറ്റ്. Which menu in MSWord can be used to change character size and typeface? Option C an answer format. Other question.
Which key should be pressed to start a new paragraph in MSWord? Which key should be pressed to start a new paragraph in MSWord? അതായത് MSWord ഒരു പുതിയ ഖണ്ഡിക ആരംഭിക്കാൻ ഏത് കീ അമർത്തണം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡൗൺ കഴ്സർ കീ, ഓപ്ഷൻ ബി എന്റർ കീ, ഓപ്ഷൻ സി ഷിഫ്റ്റ് പ്ലസ് എന്റർ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എന്റർ. Which key should be pressed to start a new paragraph in MSWord? Enter key. Option B ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of these toolbars allows changing of fonts and their sizes? Which of these toolbars allows changing of fonts and their sizes? അതായത് ഈ ടൂൾബാറുകളിൽ ഏതാണ് ഫോണ്ടുകളും അവയുടെ വലിപ്പവും മാറ്റാൻ അനുവദിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ ബി ഫോർമാറ്റിംഗ്, ഓപ്ഷൻ സി പ്രിന്റ് പ്രിവ്യൂ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. വിച്ച് ഓഫ് ദീസ് ടൂൾ ബാർസ് അലൗസ് ചേഞ്ചിങ് ഓഫ് ഫോൺസ് ആൻഡ് ദെയർ സൈസസ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫോർമാറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. Which bar is usually located below that title bar that provides categorized options? Which bar is usually located below that title bar that provides categorized options? അതായത് തരംതിരിച്ച ഓപ്ഷനുകൾ നൽകുന്ന ആ ടൈറ്റിൽ ബാറിന് താഴെ ഏത് ബാർ സാധാരണയായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മെനു ബാർ, ഓപ്ഷൻ ബി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ സി ടൂൾ ബാർ, ഓപ്ഷൻ ഡി സ്ക്രോൾ ബാർ. വിച്ച് ബാർ ഈസ് യൂഷ്വലി ലൊക്കേറ്റഡ് ബിലോ ദാറ്റ് ടൈറ്റിൽ ബാർ ദാറ്റ് പ്രൊവൈഡ്സ് കാറ്റഗറൈസ്ഡ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ ആണ് ആൻസർ, മെനു ബാർ. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to spell check in MSWord? Which shortcut key is used to spell check in MSWord? അതായത് MSWordല് അക്ഷരത്തെറ്റ് പരിശോധിക്കാൻ ഏത് കുറുക്ക് വഴി കീ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ F1, ഓപ്ഷൻ ബി F2, ഓപ്ഷൻ സി F7, ഓപ്ഷൻ ഡി F9. Which shortcut key is used to spell check in MSWord? ഓപ്ഷൻ സി ആണ് ആൻസർ, F7. അടുത്ത ക്വസ്റ്റ്യൻ. Why headers and footers used in MSWord? Why headers and footers used in MSWord? അതായത് എന്തുകൊണ്ടാണ് ഈ ഹെഡേഴ്സും ഫൂട്ടേഴ്സും MSWordൽ ഉപയോഗിക്കുന്നത്? അതായത് തലക്കെട്ടുകളും അടിക്കുറിപ്പുകളും, ഹെഡേഴ്സും ഫൂട്ടേഴ്സും എന്ന് പറഞ്ഞാൽ തലക്കെട്ടുകളും അടിക്കുറിപ്പുകളും MSWordൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടു എൻഹാൻസ് ദ ഓവറോൾ അപ്പിയറൻസ് ഓഫ് ദ ഡോക്യുമെന്റ്, ഓപ്ഷൻ ബി ടു മാർക്ക് ദ സ്റ്റാർട്ടിംഗ് ഓഫ് എ പേജ്, ഓപ്ഷൻ സി ടു മേക്ക് ലാർജ് ഡോക്യുമെന്റ് മോർ റീഡബിൾ, ഓപ്ഷൻ ഡി ടു അലൗ പേജ് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് to appear on document when it is printed. Why headers and footers used in MSWord? Option D an answer, to allow page headers and footers to appear on document when it is printed. Other question. The minimum number of rows and columns in a word table can have is a dash. The minimum number of rows and columns a word table can have is a dash. അതായത് ഒരു വേർഡ് ടേബിളിൽ ഉണ്ടായിരിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ റോസ് ആൻഡ് കോളംസ് ആണ്. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 2 rows and 1 column, ഓപ്ഷൻ സി 2 rows and 2 column, ഓപ്ഷൻ ഡി 1 row and 1 column. ഏതാണ്? ദ മിനിമം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് എ വേർഡ് ടേബിൾ ക്യാൻ ഹാവ് ഈസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1 row and 1 column.
അടുത്ത ക്വസ്റ്റ്യൻ. In MSWord, to move the insertion point to the beginning of the next word, command used is a dash. In MSWord, to move the insertion point to the beginning of the next word, command used is a dash. അതായത് MSWord അടുത്ത വേർഡ് കമാൻഡിന്റെ തുടക്കത്തിലേക്ക് ഇൻസേർഷൻ പോയിന്റ് നീക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ Ctrl+right arrow, ഓപ്ഷൻ ബി Ctrl+left arrow, ഓപ്ഷൻ സി Ctrl+down arrow, ഓപ്ഷൻ ഡി none of these. In MSWord, to move the insertion point to the beginning of the next word, command used is ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, Ctrl+right arrow. അടുത്ത ക്വസ്റ്റ്യൻ. Which option in file pull down menu is used to close a file in MSWord? Which option in file pull down menu is used to close a file in MSWord? അതായത് MSWord ഒരു ഫയൽ അടയ്ക്കാൻ ഫയൽ പുൾ ഡൗൺ മെനുവിലെ ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ന്യൂ, ഓപ്ഷൻ ബി ക്വിറ്റ്, ഓപ്ഷൻ സി ക്ലോസ്, ഓപ്ഷൻ ഡി എക്സിറ്റ്. വിച്ച് ഓപ്ഷൻ ഇൻ ഫയൽ പുൾ ഡൗൺ മെനു ഈസ് യൂസ്ഡ് ടു ക്ലോസ് എ ഫയൽ ഇൻ MSWord? ഓപ്ഷൻ സി ആണ് ആൻസർ, ക്ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the function of Ctrl+B in MSWord? What is the function of Ctrl+B in MSWord? അതായത് MSWordലെ Ctrl+B യുടെ പ്രവർത്തനം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇറ്റ് കൺവേർട്സ് സെലക്ടഡ് ടെക്സ്റ്റ് ഇൻടു ദ നെക്സ്റ്റ് ലാർജർ സൈസ് ഓഫ് ദ സെയിം ഫോണ്ട്. ഓപ്ഷൻ ബി ഇറ്റ് ആഡ്സ് എ ലൈൻ ബ്രേക്ക് ടു ദ ഡോക്യുമെന്റ്. ഓപ്ഷൻ സി ഇറ്റ് മേക്സ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ബോൾഡ്. ഓപ്ഷൻ ഡി ഇറ്റ് അപ്ലൈസ് ഇറ്റാലിക് formatting the selected text. What is the function of Ctrl+B in MSWord? Option C ആണ് ആൻസർ, ഇറ്റ് മേക്സ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ബോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാഫിക്സ് ഫോർ വേർഡ് പ്രോസസർ. അതായത് വേർഡ് പ്രോസസർ ഡാഷിനുള്ള ഗ്രാഫിക്സ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പെരിഫറൽ, ഓപ്ഷൻ ബി ക്ലിപ്പ് ആർട്ട്, ഓപ്ഷൻ സി ഹൈലൈറ്റ്, ഓപ്ഷൻ ഡി എക്സിക്യൂട്ട്. ഗ്രാഫിക്സ് ഫോർ വേർഡ് പ്രോസസർ ഓപ്ഷൻ ബി ആണ് ആൻസർ, ക്ലിപ്പ് ആർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. What is the function of Ctrl+R in MSWord? What is the function of Ctrl+R in MSWord? അതായത് MSWordലെ Ctrl+Rന്റെ പ്രവർത്തനം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓപ്പൺ ദ പ്രിന്റ് ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ ബി അപ്ഡേറ്റ് ദ കറന്റ് വെബ് പേജ്, ഓപ്ഷൻ സി ക്ലോസ് ദ കറന്റ് വിൻഡോ, ഓപ്ഷൻ ഡി none of these. What is the function of Ctrl+R in MSWord? ഓപ്ഷൻ ഡി ആണ് ആൻസർ, none of these. അടുത്ത ക്വസ്റ്റ്യൻ. In MSWord, shortcut key Ctrl+W is used for dash. In Microsoft Word, shortcut key Ctrl+W is used for dash. അതായത് MSWord കുറുക്ക് വഴിയിൽ ഡാഷ് Ctrl+W ഉപയോഗിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ ദ പ്രിന്റ് ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ ബി അപ്ഡേറ്റ് ദ കറന്റ് പേജ്, ഓപ്ഷൻ സി ക്ലോസ് ദ കറന്റ് വിൻഡോ, ഓപ്ഷൻ ഡി none of these. In Microsoft Word, shortcut key Ctrl+W is used for ഓപ്ഷൻ സി ആണ് ആൻസർ, ക്ലോസ് ദ കറന്റ് വിൻഡോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഒരാളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.